അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിൽ യൂണിറ്റ് 4 ഇത് കമ്പാരിറ്റീവ്ലി ഒരു സ്മോൾ ചാപ്റ്ററാണ്. 3 യൂണിറ്റ് ആണ്, 3 ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ചാപ്റ്റർ 14 മേജർ ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെൻറ്റ്, അതായത് നമ്മൾ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിലയിരുത്തൽ അല്ലേ. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന മേജർ ഇഷ്യൂസ് എന്താണ്? ഒന്ന്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അസസ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ക്ലാസ് റൂം അസസ്മെൻറ്റിന് വേണ്ടി റെഡിമെയ്ഡ് ടൂൾസ് ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാതെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഈ മെറ്റീരിയൽസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഡിഫിക്കൽട്ടി ഇൻ ക്രിയേറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി കൊണ്ടാണ് അവരങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് റൂം അസസ്മെൻറ്റിൻ്റെ റിയൽ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്, അതിനെ അതവിടെ ഡൈല്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ചില ടീച്ചേഴ്സ് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമും മാർക്കും ഒക്കെ കൊടുക്കുന്നതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അസസ്മെൻറ്റിനെ അവർ ടീച്ചിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പല നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. അതായത് ലേണിങ്ങിൽ നിന്നും എക്സാം സിറ്റിങ്ങിലേക്ക് ഒരു ഫോക്കസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിനെ പ്രിമേച്ചർ, അതായത് അസസ്മെൻറ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു ധാരണയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു ഒരു ഇടക്കാലം വരെ, അല്ലെങ്കിൽ ഈ അടുത്ത് വരെ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ പ്രീമച്യൂർലി പ്രൊമോട്ട് ചെയ്യണം വിത്തൗട്ട് അച്ചീവിങ് കോമ്പീറ്റൻസീസ്. അതുപോലെ തന്നെ പ്രസൻറ്റേഷൻസിലൊന്നും ഒറിജിനാലിറ്റി ഉണ്ടാവില്ല. കാരണം കുട്ടികൾ കൂടുതലായിട്ടും ഈ മാർക്ക് സ്കോർ ചെയ്യുക ഉള്ളത് കൊണ്ട് തന്നെ ഗൈഡ്സിലും പാംഫ്ലെറ്റ്സിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എക്സാമിനേഷനെ ഇൻക്രീസിംഗ്ലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണ്, എക്സ്റ്റേണൽ ഏജൻസീസ് ആയിരിക്കും പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ടെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പുവറായിരിക്കും, പുവർ ടെസ്റ്റ് ക്വാളിറ്റി. അതായത് പലപ്പോഴും ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ ഒരിക്കലും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ മീറ്റ് ചെയ്യണമെന്നില്ല. ഇത് എൻകറേജ് ചെയ്യുന്നത് റോട്ട് മെമ്മറൈസേഷനെയാണ്, അല്ലാതെ റീസണിങ്, അനാലിസിസ്, ക്രിയേറ്റിവിറ്റി, ജഡ്ജ്മെൻറ്റ് ഇതിനൊന്നും ഒരു റോളും ഇല്ല. ലൈക്ക് ബി എഡ് എന്ന് പറയുന്നതും റോട്ട് മെമ്മറൈസേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. ഈവൻ ദോ ഇറ്റ് സ്പീക്സ് അഗെയിൻസ്റ്റ് ഇറ്റ്. അതായത് ഐ പ്രീച്ച് അഗെയിൻസ്റ്റ് റോട്ട് മെമ്മറൈസേഷൻ ബട്ട് ഐ ഡോണ്ട് പ്രാക്ടീസ് ദാറ്റ് എന്ന് പറയുന്നൊരു പ്രൊഫഷണൽ കോഴ്സാണ് ബി എഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മോസ്റ്റ് ടീച്ചേഴ്സ് ലാക്ക് ട്രെയിനിങ് ഇൻ അസസ്മെൻറ്റ് പ്രിപ്പറേഷൻ. അതായത് അസസ്മെൻറ്റ് പ്രിപ്പറേഷനിൽ ട്രെയിനിങ് ഇല്ല എന്നുള്ളത് വളരെയധികം നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ്. അത് ഈ ടൂൾ പ്രിപ്പറേഷനെ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും, ബാധിക്കും. ഇതാണ് ദ ഡൊമൈൻ ഡിപ്പെൻഡൻസി ഇഷ്യൂ. എന്താണ് ഡൊമൈൻ എന്ന് നോക്കുകയാണെങ്കിൽ an ഏരിയ ഓഫ് കൺട്രോൾ ഓർ നോളേജ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് സബ്ജക്റ്റിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സ് ഒരു ഡൊമൈനാണ്, ഹിസ്റ്ററി, ബയോളജി ഒക്കെ ഓരോരോ ഡൊമൈനാണ്. അപ്പോൾ പീപ്പിൾ ഓഫൺ അണ്ടർസ്റ്റാൻഡ് ഐഡിയാസ് ഇൻ വൺ ഡൊമൈൻ. ഇപ്പോൾ മാത്തമാറ്റിക്സ് എന്നാൽ മനസ്സിലായി, പക്ഷെ അവർക്ക് ആ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് മറ്റൊന്നിലേക്ക് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. അതായത് ക്ലാസ് റൂമിൽ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവാം, പക്ഷെ റിയൽ വേൾഡ് സിറ്റുവേഷൻ വരുമ്പോൾ അവർക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ സിറ്റുവേഷൻ അവരുടെ തിങ്കിങ് പാറ്റേണിനും അപ്പുറത്തുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റ് ഒരു കോൺസെപ്റ്റ് മാത്സ് ക്ലാസ്സിൽ മനസ്സിലാക്കും, പക്ഷെ ഒരു ട്രിപ്പിന് ഇപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ഒരു ട്രിപ്പിലേക്ക് വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഗ്രാമർ റൂൾസ് ഒക്കെ ഇംഗ്ലീഷിൽ പഠിക്കുമായിരിക്കും, പക്ഷേ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് റിയൽ ലൈഫിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഗ്രാമർ നന്നായി അറിയായിരിക്കും, പക്ഷേ സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഈവൻ ടീച്ചേഴ്സ് പോലും ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല ബിക്കോസ് എനിക്ക് ഗ്രാമർ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൊക്കാബുലറി ഉണ്ടാവും, പ്രൊനൗൺസിയേഷൻ ഉണ്ടാവും, ഗ്രാമറിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവും, പക്ഷേ സംസാരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി കോൺസിക്വൻസ് നോക്കുകയാണെങ്കിൽ അൺസർട്ടൻ ആണ്, കൺഫ്യൂഷനാണ്, കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ വോൾട്ടിലിറ്റി വരുന്നുണ്ട്, ഇത് ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിലിറ്റി വരും. കാരണം ലിമിറ്റഡ് ഡൊമൈൻസ് ഉള്ളതിൽ അവർ ഓവർ ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ എന്തൊക്കെയാണ് ചലഞ്ചസ് ഇതിൽ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഇഫക്റ്റീവ് ആവാമെങ്കിൽ പോലും തിയറിയും ഡെവലപ്മെൻറ്റും ഒക്കെ ഡൊമൈൻ സ്പെസിഫിക് ആയിരിക്കും. ഈ ഡൊമൈൻ ഇൻഡിപെൻഡൻറ്റ് സ്ട്രാറ്റജീസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടിയെങ്കിൽ അതിനെ പാർട്സ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ബിഗ് പ്രോബ്ലത്തിന്, ഇപ്പം നമ്മൾ പറയില്ല ഒരു കുന്ന് കയറണം എന്നുണ്ടെങ്കിൽ ആ കുന്നിനെ ആ എൻറ്റിയർ മൗണ്ടെയിനായി കാണാതെ ഒരു സ്റ്റെപ്പ് വൈസ് ആലോചിക്കുക. ആദ്യം ആലോചിക്കുക, ഓക്കെ എനിക്കൊരു ഇപ്പം ഇത്ര ഇപ്പോൾ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് കയറണം, 4 ഫ്ലോർ ഉണ്ട്. അപ്പോൾ വിചാരിക്കുക, ഓക്കെ ഫസ്റ്റ് ഫ്ലോർ, അത് കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോർ, ഓക്കെ ഇനി 2 ഫ്ലോറും കൂടി ഉള്ളൂ. അങ്ങനെ പാർട്ടായിട്ട് അതിനെ തിങ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺഫെമിലർ ആയിട്ട് പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. ലോജിക്കൽ തിങ്കിങ്ങും ഓർഗനൈസേഷനും ഒക്കെ വരും. പക്ഷേ ഇപ്പോൾ പ്രോബ്ലം ഇപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഭയങ്കര വീക്കാണ്, അല്ലെങ്കിൽ വി ആർ ടു വീക്ക്
ഫോർ അഡ്രസ്സിങ് ദ കോംപ്ലക്സ് പ്രോബ്ലംസ് ആണെങ്കിൽ ഭയങ്കര ഡീപ്പ് ആൻഡ് സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി വരും. പിന്നെ ഈ പ്രോബ്ലത്തിനെ പാർട്ടായിട്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് റുട്ടീൻ പ്രോബ്ലംസിന് പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് വേണ്ട ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇങ്ങനെ പാർട്ടായിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സയൻസ് ക്വസ്റ്റിനെ സ്റ്റെപ്സ് ആയിട്ട് ആ കുട്ടിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ വർക്ക് ചെയ്യുക എന്നറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ കറക്റ്റ് ആൻസറിലേക്ക് പോവില്ല. ഇനി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് എന്തൊക്കെ വേണം? ഡീപ്പായിട്ടുള്ള ഡൊമൈനെ കുറിച്ചിട്ട് ഡീപ്പായിട്ടുള്ള മെൻ്റൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിലാണെങ്കിലും അതിനെക്കുറിച്ച് ചില ഹാബിറ്റ്സ് ഫോം ചെയ്യണം, സ്ട്രാറ്റജീസ് വേണം, പ്രോസസ്സസ് വേണം. അതുപോലെ തന്നെ ആ ഡൊമൈനിൽ നമുക്കൊരു പ്രൊഫഷ്യൻസി വേണം. പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, സ്പെഷ്യലൈസ്ഡ് ആസ്പെക്ട്സും കാര്യങ്ങളെല്ലാം. അപ്പോൾ ടീച്ചറുടെ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വീക്ക് ഡൊമൈൻ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതിൻ്റെ ആഴത്തിലുള്ള ഒരു അറിവ് ആ സബ്ജക്റ്റിനെ കുറിച്ച് ആ കുട്ടിക്ക് ഇല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരിക്കലും ചോദിക്കുന്നതിലോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പെർഫോമൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലോ ഒന്നും യാതൊരുവിധ കാര്യവും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇൻ്റലക്ച്വൽ ടൂൾസും മെത്തേഡ്സും ഡൊമൈൻ ടു ഡൊമൈൻ ഡിഫറെൻ്റ് ആയിരിക്കും. അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഓരോ ഡൊമൈനും സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഒരു സ്പെസിഫിക് ഡൊമൈനിൽ നമ്മൾ നടത്തുമ്പോൾ തന്നെ കോൺസെപ്റ്റ്സ് ഒക്കെ അവർക്ക് മനസ്സിലായിട്ട് അല്ലെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അടുത്തത് മെഷർമെൻറ്റ് ഇഷ്യൂ എന്നുള്ളതാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് റൂം അസസ്മെൻറ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അടുത്ത ഇഷ്യൂ വരുന്നത് മെഷർമെൻറ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ മെഷർമെൻറ്റിൽ എന്തൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ടൂളിൻ്റെ ഡിസൈനിങ്, ഡാറ്റ ഗ്യാതറിങ്, എവിഡൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, ആ എവിഡൻസ് ബേസ് ചെയ്ത് ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ഇഷ്യൂ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടൂലാണ് ഇഗ്നോറിങ് ദ ഇൻ്റർപ്രിറ്റേഷൻ വിച്ച് ഈസ് ക്രൂഷ്യൽ. അപ്പോൾ ഇതിൽ നിന്നും വരുന്ന ചലഞ്ചസ് എന്താണ്? നമുക്ക് പറയാൻ പറ്റില്ല കുട്ടി എന്താണ് ശരിക്കും മനസ്സിലാക്കിയത്. ചിലപ്പോൾ ഇൻഡയറക്റ്റ് എവിഡൻസിലായിരിക്കാം ആ കുട്ടിയുടെ അസസ്മെൻറ്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഹോം വർക്ക് ചെയ്യുന്നുണ്ടോ, ടെസ്റ്റിലെ സ്കോർ എത്രയാണ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇത് മാത്രം വെച്ചിട്ട് ഒരു കുട്ടിയെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ചിലപ്പോൾ ബയസ് ഒരു മുൻവിധി ആയി പോവും, മുൻവിധി ബേസ്ഡ് ആയി പോവും, അല്ലെങ്കിൽ അൺസർട്ടൈൻ ആയി പോവും. അപ്പോൾ ഈ ബയസ് അല്ലെങ്കിൽ മുൻവിധി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സോഴ്സസ്, ആ കുട്ടിയെ അസസ് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ സോഴ്സസ് യൂസ് ചെയ്യുക, ഒക്കേഷൻസ് യൂസ് ചെയ്യുക, കോണ്ടെക്സ്റ്റുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അസംഷൻസ് അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ, അതിനെ റിഫൈൻ ചെയ്യുക. അതായത് സ്റ്റുഡൻറ് ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള പല ഊഹാപോഹങ്ങളെയും റിഫൈൻ ചെയ്ത് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കി കൊടുക്കുക. അടുത്തത് സിസ്റ്റം ഇഷ്യൂ. ഇപ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലാർജർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഹോൾ സിസ്റ്റം എന്തായിരിക്കണം? കൊഹറൻ്റ് ആയിരിക്കണം, അത് മനസ്സിലാവുന്ന ഒന്നായിരിക്കണം. ഇപ്പോൾ ഗിറ്റോമൻ ആൻഡ് ഡെഷൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇൻറ്റേർണൽ കൊഹറൻസും വേണം, എക്സ്റ്റേണൽ കൊഹറൻസും വേണം. ഇൻറ്റേർണൽ കൊഹറൻസ് എന്ന് പറയുമ്പോൾ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് മ്യൂച്വലി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. എക്സ്റ്റേണൽ കൊഹറൻസ് എന്ന് പറയുമ്പോൾ ഈ കോമ്പണൻസ് എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റിലും വിത്തിൻ ദ കരിക്കുലം അലൈൻ ചെയ്യുന്ന ഒന്നായിരിക്കണം. ഇനി ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് തിയറീസ് ഓഫ് ലേണിംഗ്, സോഷ്യൽ വാല്യൂഡ് ലേണിംഗ് ഔട്ട്കംസ് ഇതിനോടൊക്കെ അലൈൻ ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കൊഹറൻസ് മിസ്സിംഗ് ആണെങ്കിൽ ഈ കോമ്പണൻസ് പരസ്പരം കോൺഫ്ലിക്റ്റഡ് ആവും, അതായത് പരസ്പര വിരുദ്ധമാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ സിസ്റ്റം ഉണ്ടല്ലോ, ഏത് ലാർജർ സിസ്റ്റത്തിലാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ്, ഫോമാറ്റ് ആൻഡ് ഡിസൈൻ ഓഫ് അക്കൗണ്ടബിലിറ്റി ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങളിലാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ലേണിംഗ് ഇമ്പാക്റ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ സിസ്റ്റത്തിൽ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അത് കൊണ്ടുവരാം. അതായത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് മാത്രം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ചിലപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും നെസസറി ചേഞ്ചസ് വേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടബിലിറ്റി ടെസ്റ്റ് റീമേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ചലഞ്ചാണ്. അടുത്ത ചാപ്റ്ററാണ് റീഫോംസ് ഇൻ അസസ്മെൻറ്റ്. അസസ്മെൻറ്റിൽ വന്നിട്ടുള്ള പുതിയ റീഫോംസ് ആണ്. ഒന്ന് ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ്, അതായത് കുട്ടികളിപ്പോൾ കാണപ്പടം പിടിച്ച് റോഡ് മെമ്മറൈസേഷനിലൂടെ എഴുതുന്നതല്ലാതെ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, അവർക്ക് അത് ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ചെയ്യാം, നോട്ട്സ് റെഫർ ചെയ്യാം, അപ്രൂവ്ഡ് മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്ത് അവരൊരു എക്സാം എഴുതുന്ന രീതിയാണ് ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ JNU പോലെയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ ക്രിട്ടിക്കൽ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റെഫറൻസ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം, സ്റ്റുഡൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സും യൂസ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മെറ്റീരിയൽസിനെ കുറിച്ച് ഡയറക്റ്റായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. ഇവർക്ക് കൊടുക്കുന്ന ടാസ്കുകളിൽ പ്രോബ്ലം സോൾവിങ് കൊടുക്കാം, അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഒക്കെ കൊടുക്കാം.
ഇനി എന്തൊക്കെ ടൈപ്സ് ആണ്? ഒന്ന് റെസ്ട്രിക്റ്റഡ് ടൈപ്പാണ്, അതായത് ചില സ്പെസിഫിക് ബുക്സും ഡോക്യുമെൻസും ഇൻസ്ട്രക്ടർ അപ്രൂവ് ചെയ്തത് മാത്രമേ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് ബുക്സും ഏത് ഡോക്യുമെൻസും അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുവരാം. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ റോട്ട് മെമ്മറൈസേഷൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല, റെഗുലർ സ്റ്റഡി ഹാബിറ്റ്സിന് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, എക്സാം കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആവും, ഹയർ ഓർഡർ തിങ്കിങ്ങിനെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്, എക്സാമിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ കോപ്പി അടിക്കുക അല്ലെങ്കിൽ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വർക്ക് മാത്രമല്ല, ഒരു ടെക്സ്റ്റോ അതെന്തെങ്കിലും കോപ്പി ചെയ്യലല്ല കേട്ടോ ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ്. വായിച്ച് നമ്മുടേതായ രീതിയിൽ ക്രിട്ടിക്കലായിട്ട് എഴുതുന്നതാണ് ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ്. ജസ്റ്റ് നോക്കി കോപ്പി അടിച്ചെഴുതുന്നതല്ല, ലൈഫ് റിലവൻറ്റ് സ്കിൽസിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അസസ്മെൻറ്റിനെ ഡിസൈൻ ചെയ്യുക? 10 questions requiring processing and application, not just locating information. അതായത് ഇൻഫോർമേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ആ ക്വസ്റ്റ്യൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ ക്ലിയർ ആയിരിക്കണം, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം, പിന്നെ പ്രോപ്പർ എക്സാം ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ അതിൽ കൊടുക്കണം. ഇനി കംപ്ലീഷൻ, ഇപ്പോൾ ഇവർ ഡയറക്റ്റ് പഠിച്ചെഴുതുകയല്ല അല്ലേ, എന്തെങ്കിലും റെഫർ ചെയ്ത് എഴുതുന്നതിനെ കൊണ്ട് എക്സ്ട്രാ ടൈം, ഒരു യൂഷ്വൽ എക്സാമിനേക്കാളും മേ ബി ഒരു എക്സ്ട്രാ ടൈം വേണം, അതും കൂടെ സഫീഷ്യൻറ്റ് ടൈം അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാർക്കിംഗ് ക്രൈറ്റീരിയ വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓപ്പൺ ബുക്ക് ഫോമാറ്റ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ഒരു കുട്ടി ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ള റെസ്പോൺസസ്, കൊഹറൻറ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് നമ്മളിവിടെ എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നും കണ്ടെത്തുന്നത്. മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത് ആ ഒരു പ്രഷറില്ല, മനസ്സിലാക്കുക, അപ്ലൈ ചെയ്യുക, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, സെൽഫ് അസസ്മെൻറ്റിന് ബെറ്റർ ആയിരിക്കും, അതുപോലെ റിവിഷൻ ടൈം ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ അവർക്ക് കിട്ടും, എക്സാം ആങ്സൈറ്റി കുറയ്ക്കും, മാൽ പ്രാക്ടീസസ് ആൻഡ് അതർ കോപ്പിങ് റെഡ്യൂസ് ചെയ്യും, പിന്നെ ബുക്ക് കൺസൾട്ട് ചെയ്ത് എഴുതാനുള്ള ആ കഴിവിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സെൽഫ് സ്റ്റഡി ഹാബിറ്റ്സ്, ക്രിയേറ്റിവിറ്റി, ലോജിക്കൽ പ്രസൻറ്റേഷൻ, സെൽഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് അപ്രീസിയേഷൻ, അതുപോലെ തന്നെ കൂടുതൽ ടൈം കുട്ടികൾ ലൈബ്രറീസിലൊക്കെ സ്പെൻഡ് ചെയ്യും, ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ക്വസ്റ്റ്യൻ ഫ്രെയിമിങ്ങിൽ, അതുപോലെ തന്നെ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിങ് എന്നുള്ള സ്കില്ലും കുട്ടികൾ ലേൺ ചെയ്തെടുക്കും. ലിമിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെൽഫ് സ്റ്റഡിയൊക്കെ കുട്ടികൾ കൂടുതലായിട്ടും മെറ്റീരിയൽസിൽ തന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകും സെൽഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാർജ് സ്റ്റുഡൻറ്റ് നമ്പേഴ്സിനും ഇത്രയും റിസോഴ്സ് കൊടുക്കുക, ഇത്രയും കുട്ടികൾക്ക് ഈ ഓപ്പൺ ബുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ എഴുതുമ്പോൾ തന്നെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺസൾട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ട്രെയിൻഡ് ടീച്ചേഴ്സ്, ഇപ്പോൾ ഇത്രയും കുട്ടികൾ ഓപ്പൺ ബുക്ക് ചെയ്യുമ്പോഴും അവിടെ ഒരു ട്രെയിൻഡ് ടീച്ചേഴ്സിനെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വളരെ ചുരുക്കം ടീച്ചേഴ്സ് മാത്രമാണ് ഈ ഓപ്പൺ ബുക്ക് ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ളൂ. പിന്നെ ടീച്ചേഴ്സിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു പോരായ്മ ഇത്രയും ബുക്സ് ആൻഡ് മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഫോർമാറ്റ് അൺഫിമിലർ ആണ്, ഇപ്പോൾ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ടെക്സ്റ്റ് ബുക്സ് യൂസ് ചെയ്ത് എഴുതുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ലേണിംഗ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒറിജിനൽ തോട്ടിനെയും ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയലിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. ഇപ്പം നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിൽ നമുക്ക് ഒരു മേ ബി വി വിൽ ഹാവ് ആൻ ഐഡിയ എന്തൊക്കെയാണ് ടെക്സ്റ്റിലെ കണ്ടൻസ് എന്നുള്ളത്. പക്ഷേ കുട്ടികൾ തന്നെ കൊണ്ടുവരുന്ന ഒരു അൺറെസ്ട്രിക്റ്റഡ് ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് ആണെങ്കിൽ ആ ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. ഇനി മറ്റൊരു ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് വണ്ണാണ് IBA, അതായത് ഇൻ്റർനെറ്റ് ബേസ്ഡ് അസസ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻസ് ത്രൂ ഡിജിറ്റൽ ടൂൾസ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ കുട്ടികളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മറ്റ് നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യാം, ലേണിംഗ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ടൈമിലി ആണ്, ഹൈ ക്വാളിറ്റി ഫീഡ്ബാക്ക് ആണ്, ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേറ്റേഴ്സിനെ അസസ്മെൻറ്റിനെ മാനേജ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാം സൈക്കിളിനെ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഡാറ്റാബേസ് നമുക്കിതിൽ യൂസ് ചെയ്യാം, മൾട്ടിപ്പിൾ ചോയ്സ് ഫോർമാറ്റ്സ് യൂസ് ചെയ്യാം. 2 ഫേസാണ് ഇതിലുള്ളത്. ഒന്ന് ട്രെയിനിങ് ഫേസ്. ട്രെയിനിങ് ഫേസ് എന്ന് പറഞ്ഞാൽ എത്ര അൺലിമിറ്റഡ് ആയിട്ട് എത്ര ടൈം വേണമെങ്കിലും കുട്ടിക്ക് ആ ടെസ്റ്റ് എടുക്കാം. മറ്റൊന്ന് ഫിക്സഡ് ഫേസ്. ഫിക്സഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ ടെസ്റ്റ് ആയിരിക്കും, അതിലൊരു ഫിക്സഡ് ടൈമും പ്ലേസും ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില എക്സാമൊക്കെ കണ്ടിട്ടുണ്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും റീ അറ്റംപ്റ്റ് ചെയ്യാവുന്ന, ഇപ്പോൾ ചില ട്രെയിനർ കോഴ്സസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് റീ അറ്റംപ്റ്റ് ചെയ്യാം. ഇനി മെറിറ്റ്സ് ഓഫ് ഇൻ്റർനെറ്റ് ബേസ്ഡ് അസസ്മെൻറ്റ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഇൻവോൾവ്മെൻറ്റും മോട്ടിവേഷനും ഉണ്ട്, ടൈം സേവിങ് ആണ്, കൺസിസ്റ്റൻ്റ് ആണ്, അൺബൈസ്ഡ് സ്കോറിംഗ് ആണ്, നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് പ്രാക്ടീസ് ഓഫ് ലോ ലെവൽ കോഗ്നിറ്റീവ് ടാസ്ക് ഒക്കെ ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വെറൈറ്റി ഓഫ് ഐറ്റംസ് ഫോർ പെർഫോമൻസ് അനാലിസിസിന് വേണ്ടിയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എനാബിൾസ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് ഡാറ്റ അസസ്, ഓരോ കുട്ടിയുടെയും ഡാറ്റ അസസ് ചെയ്യാനായിട്ട് സാധിക്കും. ബെറ്റർ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് റാദർ ദാൻ ദ പേപ്പർ ബേസ്ഡ് മെത്തേഡിനേക്കാളും. ക്വാളിറ്റി ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്,
അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വർക്കിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളമുള്ള മെറിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് കിട്ടും. ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫീഡ്ബാക്ക് നമ്മുടെ ഫർദർ ലേണിങ്ങിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഫീഷ്യൻറ്റ് ടൈം ഉണ്ട്, അത്യാവശ്യം ടൈം മാനേജ്മെൻറ്റിന് വേണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ ഈസി ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ആൻസൈറ്റി അവരെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും. ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിനൊക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് അനാലിസിസ്, അപ്ലിക്കേഷൻ ആൻഡ് സിന്തസിസ്. സിന്തസിസ് മീൻസ് കമ്പൈനിങ് ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. പിന്നെ പാസ് റേറ്റ്സ് കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ വീക്ക് ഏരിയാസ് എന്താണെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ക്രാമിങ്, പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരുമ്പോൾ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റിലുള്ള ക്രാമിങ്ങിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ക്വാളിറ്റി റെസ്പോൺസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ് ഓൺലൈൻ അസസ്മെൻറ്റ്. ഓൺലൈൻ അസസ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ഇൻട്രാനെറ്റിലൂടെ കണ്ടക്ട് ചെയ്യുന്ന ഒന്നാണ്. ഇതിവിടെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഡെലിവേഴ്സ് ആൻഡ് കളക്ട്സ് ടെസ്റ്റ് റെസ്പോൺസസ് യൂസിങ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ ത്രൂ ആണ് ഇതിൻ്റെ റെസ്പോൺസസ് ഒക്കെ കിട്ടുന്നത്. മോഡേൺ ആൻഡ് എഫിഷ്യൻറ്റ് മെത്തേഡാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് നോളജ് ആൻഡ് പെർഫോമൻസ് അസസ് ചെയ്യാനായിട്ട് പറ്റും. മാനുവൽ എറേഴ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സാം പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. റെസ്പോൺസസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെയാണ് ഈ ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അസസ്മെൻറ്റ്? ഇപ്പോൾ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ നമ്മളെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനും ടെസ്റ്റ് ഐറ്റംസ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ടെസ്റ്റ് പ്രോസസ്സിങ്ങിൽ എഫിഷ്യൻസി ഉണ്ട്, പ്രിപ്പറേഷൻ, സ്കോറിങ് ആൻഡ് അനാലിസിസിലൊക്കെ. ഇനി ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ കൊഗ്നിറ്റീവ് ലേണിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷന് ശേഷം അവർക്ക്, അതായത് ഒരു ലെസണിന് ശേഷം ഒരു ചാപ്റ്ററിന് ശേഷം അവർക്ക് എത്രത്തോളം നോളജ് കിട്ടിയിട്ടുണ്ടെന്ന് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ ടീച്ചിങ് ലേണിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ളതും കൂടെ നോക്കാനായിട്ട് പറ്റും. ഇനി ഓൺലൈൻ അസസ്മെൻറ്റിലെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ടൈംഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതൊരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷനിൽ അവർ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ഓട്ടോ സബ്മിഷനാണ്. അത് ടൈമർ കഴിഞ്ഞാൽ റെസ്പോൺസ് ഓട്ടോമാറ്റിക്. ഇപ്പം നെറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിലായിരുന്നു. ഇനിയിപ്പോൾ മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല നെറ്റൊക്കെ. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് സ്കോറിംഗ് ആണ്. മാനുവൽ ചെക്കിംഗ്, ചിലപ്പോൾ ചില രീതിയിലൊക്കെ മാനുവൽ ചെക്കിംഗ് നടത്താറുണ്ട്. റിസൾട്ട് ഡിക്ലറേഷൻ ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യാറ്. ഇനി ഓൺലൈൻ അസസ്മെൻറ്റിൻ്റെ കീ ഫീച്ചേഴ്സ്. എക്സാമിനേഷൻ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെ കൊടുക്കണം, എത്ര ഡ്യൂറേഷനാണ്, എത്ര മാർക്സ് ആണ്, എന്ത് മോഡ് ഓഫ് ആൻസറിങ് ആണ്, ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. ഇനി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ത്രൂ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ലോഗിൻ ക്രെഡൻഷ്യൽസ്, പാസ്വേഡ്, യൂസർ നെയിം ഒക്കെ യൂസ് ചെയ്യാം. ഒരു വാലിഡ് ടൈം വിൻഡോ ആണ്. അത് ഈ വിൻഡോ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് ആക്റ്റീവ്. നെറ്റ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ, നെറ്റ് എക്സാം ഇങ്ങനെ ആയിരുന്നു. എക്സ്ട്രാ ടൈമൊന്നും കൊടുക്കുന്നില്ല അൺലൈക്ക് ട്രഡീഷണൽ എക്സാം. പിന്നെ ടൈം റിമൈൻഡേഴ്സ് ഉണ്ടാവും, ഇത്ര ടൈം ലെഫ്റ്റ് ആണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ല, ഏതൊക്കെ സെക്ഷൻ അറ്റംപ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് ആൻസർ സബ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ ആൻസേഴ്സും ഒന്നിന് വൺ ആഫ്റ്റർ ദി അതർ ആയിട്ട് വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ആൻസേഴ്സും കൂടെ ഒരുമിച്ച് വേണമെങ്കിലും നമുക്ക് സബ്മിറ്റ് ചെയ്യാം. റിസൾട്ട്സ് എന്ന് പറയുന്നത് ഒന്നല്ല ഇമ്മീഡിയറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ സബ്മിഷനും ശേഷം ആയിരിക്കും. ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് സ്കോറിംഗ് പെട്ടെന്ന് നടക്കും, പിന്നെ കോപ്പി ചെയ്യാനുള്ള ചാൻസിനെ റെഡ്യൂസ് ചെയ്യും, ഈസിയർ ആണ്, ടൈം സേവിങ് ആണ്, കംഫർട്ടബിൾ ആണ്, മൾട്ടിപ്പിൾ സെറ്റ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം, റിലയബിലിറ്റി ഉണ്ട്, വാലിഡിറ്റി ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് സ്റ്റുഡൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഈവൻ റിമോട്ട് പ്ലേസസിലുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഇത് അസസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻസർ സ്ക്രിപ്റ്റ്സിൻ്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് മാനുവലായിട്ടോ ഓട്ടോമാറ്റിക്കായിട്ടോ നടത്താം. ഏത് ടൈമിൽ വേണമെങ്കിലും ഇത് കണ്ടക്ട് ചെയ്യാം. ലെസ് എക്സ്പെൻസീവ് ആണ്. പിന്നെ ലെവൽ ഓഫ് നോളജ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റുന്ന മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ്സിന് ഓൺലൈൻ അസസ്മെൻറ്റ് ഒരേ സമയം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിലൊരു സ്പെഷ്യലൈസ്ഡ് പേഴ്സണലിൻ്റെ ആവശ്യം ഇല്ല. ഹ്യൂമൻ എറേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ മിനിമൽ ആയിരിക്കും. പിന്നെ ഈ എക്സാമിനേഷൻ മെറ്റീരിയലൊക്കെ ഇപ്പോൾ ഒരു യൂഷ്വൽ എക്സാം ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ, കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് എക്സാമിനേഷൻ മെറ്റീരിയൽ കുറവായിരിക്കും. ഇനി വർക്ക് ലോഡ് എന്ന് പറയുന്നതും ഇവിടെ കുറവായിരിക്കും ഇൻ ഓർഡർ ടു കണ്ടക്ട് ദി എക്സാം. ഇനി ഡീമെറിറ്റ്സ് ഓഫ് ദി ഓൺലൈൻ അസസ്മെൻറ്റ്. ടെക്നിക്കൽ നോളജ് വേണം, ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് വേണം, അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള എറേഴ്സ്, ടെക്നിക്കൽ എറേഴ്സ്, നെറ്റ്വർക്ക് ഇഷ്യൂസ്, കാര്യങ്ങളെല്ലാം വരാം. ലിമിറ്റഡ് ടൈമാണ്. അതുപോലെ തന്നെ സെലക്ടിങ് സെക്ഷൻസ് നമുക്ക് അത്ര ഫ്രീഡം ഉണ്ടാവില്ല. പിന്നെ സ്പെസിഫിക് നീഡ്സ് ഓഫ് ദി സ്റ്റുഡൻസ് അസസ് ചെയ്യാൻ വേണ്ടി സൂട്ടബിൾ ആയിരിക്കില്ല. ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടിയുടെ സ്കിൽസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ടെക്നിക്കൽ എറേഴ്സ് അല്ലെങ്കിൽ ഇൻമിഷൻസ് ഒക്കെ ചിലപ്പോൾ എക്സാം ഫെയിലിയറിന് സംഭവിക്കാം. വൈറസ്, ബഗ്സ്, ഇൻ്റർനെറ്റ് അറ്റാക്സ് ഒക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ഓൺലൈൻ എക്സാം എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഓൺലൈൻ എക്സാമിന് ഒരു ഹയർ കോസ്റ്റ് ഒക്കെ ഇൻവോൾവ് ആണ്.
അത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരു പ്രോബ്ലമാണ് ഇങ്ങനെ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഓൺ ഡിമാൻഡ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് ODE. ഓൺ ഡിമാൻഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ടൈം ആൻഡ് പ്ലേസിൽ എല്ലാവർക്കും യൂണിവേഴ്സൽ കണ്ടീഷൻസ് വെച്ചിട്ട് നടത്തുന്ന ഒന്നാണ്. അപ്പോൾ ലേണേഴ്സിന് എക്സാംസ് എടുക്കാം വെൻ ദേ ആർ ഫീൽ റെഡി ടു ടേക്ക് rather than at a scheduled time. ഇപ്പോൾ ഷെഡ്യൂൾഡ് ടൈം അല്ലെങ്കിലും എപ്പോഴാണ് അവർക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അറ്റംപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഓപ്പൺനെസ് ഉണ്ട് ആൻഡ് ഫ്രീഡം ടു ലേണേഴ്സ് ഉണ്ട്. ഇതിലെ കീ പോയിന്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ സ്റ്റുഡൻറ്റിന് വേണമെങ്കിലും ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ഹോൾ ക്ലാസ്സിന് വേണ്ടിയിട്ടും കൊടുക്കാം. റിലയബിൾ ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് മാനറിലാണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് എ ഫിക്സഡ് ടൈമാണ്. അതായത് അവർക്ക് അവരുടെ പെർഫോമൻസ് എപ്പോൾ വേണമെങ്കിലും ഇംപ്രൂവ് ചെയ്യാം അൺടിൽ ദേ മീറ്റ് ദെയർ ഇൻഡിവിജ്വൽ മാസ്റ്ററി ലെവൽ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലേണർ ഫ്രണ്ട്ലി ആണ്, ഇന്നോവേറ്റീവ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ട്രഡീഷണൽ ടൈം ഫ്രെയിംസ് ആണ്. പിന്നെ ടേം ആൻഡ് എക്സാംസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിഫറെൻറ്റ് സ്റ്റുഡൻസിന് കൊടുക്കാം. സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് അതിന് യൂസ് ചെയ്യാം. മാൽ പ്രാക്ടീസ് ആൻഡ് അൺഫെയർ മീൻസിൻ്റെ സാധ്യത കുറയ്ക്കുന്നു, കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും വർക്ക് ലോഡ് കുറയ്ക്കുന്നു, ഓവറോൾ എക്സാമിനേഷൻ സിസ്റ്റത്തിലുള്ള അവരുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നു. പിന്നെ ടൈപ്സ്, ഡിമാൻഡ് അസസ്മെൻറ്റിൻ്റെ ടൈപ്സ്. ഒന്ന് കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻറ്റിൻ്റെ എബിലിറ്റി അനുസരിച്ചിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സിസ്റ്റത്തിലേക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ചിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻസ് കൊടുക്കുക. അപ്പോൾ ആ പെർഫോമൻസ് ലെവൽ ഓഫ് ദി സ്റ്റുഡൻറ്റ് അനുസരിച്ചിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. മറ്റൊന്ന് ലീനിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സെയിം ഓർഡറിലായിരിക്കും എല്ലാ കുട്ടികളും റിസീവ് ചെയ്യുന്നത്. പിന്നെ ഈ റെസ്പോൺസ് സേവ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ടീച്ചറിന് ഈ റെസ്പോൺസ് വ്യൂ ചെയ്യാനും അനലൈസ് ചെയ്യാനും പറ്റും. ഇനി ഓൺ ഡിമാൻഡ് അസസ്മെൻറ്റിൻ്റെ മെറിറ്റ്സ് എന്താണ്? ഫ്രീക്വൻറ്റ് പ്രോഗ്രസ് മോണിറ്ററിംഗ് ഉണ്ടാവും, ഫ്രീഡം ഉണ്ട്, റീ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ടെസ്റ്റ് ചെയ്യാം, ടെൻഷൻ, ഫ്രസ്ട്രേഷൻ, ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കാം, ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, സേവ്സ് ടൈം, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, റെഡ്യൂസസ് റോട്ട് മെമ്മറൈസേഷൻ ആൻഡ് മാൽ പ്രാക്ടീസസ്. പിന്നെ സ്റ്റുഡൻസിനെ എക്സാം അവരെപ്പോഴാണ് റെഡി അപ്പോൾ എടുക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. പിന്നെ എക്സാം ഡേറ്റ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ത്രെറ്റ് ഓഫ് ഫെയിലിയർ ഇവിടെ കുറവായിരിക്കും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റീഅപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ യുണീക്ക് ഇവാലുവേഷൻ ടൂൾസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് സെവറിനിറ്റി ഓഫ് ദ സ്റ്റുഡൻറ്റിനെ അവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കിയാൽ ടു മച്ച് ഫ്രീഡം ടു സ്റ്റുഡൻസ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രോപ്പർ ഡിസൈൻ നമുക്ക് അത്യാവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും പ്രിപ്പറേഷൻ്റെയും ബ്ലൂ പ്രിൻ്റ് ഒക്കെ വരേണ്ടി വരും. പിന്നെ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ഇതിന് വേണം ടു പ്രിപ്പയർ എ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സിസ്റ്റം മേ ഫെയിൽ ടു സ്റ്റോർ ദ റിസൾട്ട്സ്. ഇപ്പോൾ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് റിസൾട്ട്സ് സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡാറ്റ ലോസ് വരെ സംഭവിക്കാം. സിസ്റ്റം മാൽഫങ്ഷനും അൺഅവൈലബിലിറ്റി ഓഫ് ദി റിപ്പോർട്ട്സ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ ഈ ഡിമാൻഡ് അസസ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ് ആണ്.